അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികളുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു തആല എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഒരാളും മടി കാണിക്കരുത്. നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടി കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്ന വിഷയം, പ്രിയമുള്ളവരെ, 3 സമയങ്ങൾ, ആ 3 സമയത്ത് കുളിക്കാൻ പാടില്ല എന്ന, കുളിക്കാൻ പാടില്ലാത്ത 3 സമയങ്ങൾ, അത് ഏതാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. കുളിച്ചാൽ ആ സമയത്ത് കുളി പതിവാക്കിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, വല്ല കുഴപ്പമുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, വൃത്തി എന്ന് പറയുന്നത്, ശുദ്ധി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവനക്ക് പകുതി ഈമാൻ കിട്ടിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശുദ്ധി എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വൃത്തി വേണ്ട കാര്യങ്ങൾ, വൃത്തിയാവാൻ എന്തൊക്കെ വേണം? നമുക്ക് ശാരീരികമായും വൃത്തി വേണം, ശുദ്ധി വേണം, മാനസികമായും ശുദ്ധി വേണം. ശരീരം ശുദ്ധിയാവണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കുളിക്കണം, അല്ലേ? കുളിച്ചാലാണ് നമുക്ക് ശുദ്ധി ഉണ്ടാവുക. മാത്രമല്ല, കുളി കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുമെന്ന് മഹത്വമേ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും നല്ല ഉന്മേഷം ഉണ്ടാവും നമുക്ക്. ഒരുപാട് അതുപോലെ തന്നെ ഒരു ഉറക്കം തൂങ്ങിയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഉന്മേഷവും ഒരു ഉഷാറും, ഏതൊരു കാര്യവും ചെയ്യാൻ ഒരു ഉഷാറും ഉന്മേഷവും നമുക്ക് ഉണ്ടാവും കുളിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുളിക്കുന്ന സമയം അത് നാം എപ്പോഴും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, 3 സമയങ്ങളിൽ കുളിക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ അയിമ്മത്തുൽ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 3 സമയങ്ങൾ? പ്രത്യേകമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം. 3 സമയങ്ങളിൽ കുളിക്കാൻ പാടില്ല എന്നാണ് അയിമ്മത്തുൽ പഠിപ്പിക്കുന്നത്. ഏതാണ് ആ 3 സമയങ്ങൾ? ഒന്നാമത്തെ സമയം നിസ്ഫുൻ നഹാർ, അഥവാ നട്ടുച്ച സമയം. നട്ടുച്ച സമയത്ത് കുളിക്കാൻ പാടില്ല എന്നാണ് മഹത്വമേ പഠിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പറയും, ഉസ്താദെ അതെങ്ങനെ ശരിയാവുക? കാരണം വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്ത് കഴിയുമ്പോൾ ഉച്ച നേരമാകും. അപ്പോഴല്ലേ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് നമുക്ക് നിസ്കരിക്കാനൊക്കെ പറ്റൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് കുളിക്കാൻ പാടില്ല എന്നാണ് മഹത്വമേ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിനുണ്ടാകുമെന്നാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് മൈഗ്രെയിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് കുളി പതിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഒരിക്കലും അത് വിട്ടുപോകൂല എന്നാണ്. അതുപോലെ ഒരുപാട് വലിയ വലിയ പ്രയാസങ്ങൾ നമ്മെ തേടി വരും ആ സമയത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് കുളിക്കാൻ പാടില്ലാത്ത ഒരു സമയം അത് നട്ടുച്ച സമയമാണ്. അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നേരത്തെ കുളിച്ചോളി. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ, ഒരു 8, 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ കുളിച്ചോളി. ഒരുപാട് സഹോദരന്മാർ, ആ സമയത്ത് ഉസ്താദെ പിന്നെ ഞങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് പണിയൊക്കെ എടുക്കുമ്പോൾ വീണ്ടും വിയർക്കൂലേ, പിന്നെ ഞങ്ങളൊക്കെ മേത്തൊക്കെ ചളിയാവൂലേ എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. എന്നാൽ അപ്പൊ ഒന്ന് ശരീരത്തിൽ കൂടെ വെള്ളം ഒഴിച്ചാൽ മതി, പ്രശ്നം തീരും. അപ്പൊ അതുകൊണ്ട് കുളിക്കാൻ പാടില്ലാത്ത 3 സമയങ്ങളിൽ ഒരു സമയമാണ് നട്ടുച്ച സമയം. എല്ലാവരും ശ്രദ്ധിക്കണം, ആ സമയത്ത് കുളിക്കാൻ പാടില്ല. കുളിച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. രണ്ടാമതായി മഹാന്മാരായ അയിമ്മത്തുൽ പഠിപ്പിക്കുന്നത്, കുളിക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് മഗ്രിബിനോട് അടുത്ത സമയം.
മഗ്രിബോട് അടുത്ത സമയത്ത് കുളി പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് എപ്പോഴെങ്കിലും കുളിക്കുന്നതിനെ കുറിച്ചല്ല. പതിവാക്കി ആ സമയത്ത് കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ നമ്മെ തേടി വരും. നാം ശ്രദ്ധിക്കണം. മഗ്രിബോട് അടുത്ത സമയത്ത് കുളിക്കാൻ പാടില്ല എന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ? നമുക്കൊക്കെ അറിയാം, മഗ്രിബോട് അടുത്ത സമയം എന്ന് പറയുന്നത് പിശാചുകൾ ഓടി നടക്കുന്ന സമയമാണ്, സഞ്ചരിക്കുന്ന സമയമാണ് മഗ്രിബോട് അടുത്ത സമയം. അതുകൊണ്ട് തന്നെ നമ്മളോടൊക്കെ പറയാറുണ്ട്, ചെറുപ്പകാലത്തെ നമ്മുടെ മാതാപിതാക്കളൊക്കെ പറയും, കുഞ്ഞു കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല, മഗ്രിബോട് അടുത്ത സമയത്ത് ഇശാമാരുടെ നിന്ന് പുറത്തിറക്കാൻ പാടില്ല, കാരണം പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ പിശാചുക്കളെ ഏറ്റവും വലിയ സങ്കേതം എന്ന് പറയുന്നത്, അവർ ഒരുമിച്ച് കൂടുന്ന എപ്പോഴും നിരന്തരമായി ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹമ്മാമാണ്, അഥവാ ബാത്റൂമാണ്. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ പോയി നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അവരെ നമ്മളെ പൊതിയും. അതുകൊണ്ട് ആ സമയം അഥവാ മഗ്രിബോട് അടുത്ത സമയത്തും നാം കുളിക്കാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ സമയം, നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായി മഹത്തുക്കളെ പഠിപ്പിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ, ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയത്തും കുളിക്കാൻ പാടില്ല എന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുകൊണ്ട് നാം നേരിടേണ്ടി വരും. രോഗങ്ങൾ വിട്ടുപോകൂല. മാത്രമല്ല പൈശാചികമായ ഷർറുകൾ, മാനുഷികമായ പൈശാചികമായ ഷർറുകളൊക്കെ നമ്മളിലേക്ക് എത്തുമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവന്റെ പ്രിയപ്പെട്ടവരെ, കുളിക്കേണ്ട സമയം എപ്പോഴാ? നാം കുളിക്കേണ്ടത് എപ്പോഴാ? അതും മഹത്തുക്കളെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ കുളിക്കേണ്ടത് അതിരാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നാം കുളിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് എന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ഒരാൾ കുളി പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖത്തിന് വലിയ സൗന്ദര്യം ലഭിക്കുമെന്നാണ്. മുഖസൗന്ദര്യം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവൂല അല്ലെ? ഇന്ന് ഫേസ് ക്രീമും അതും ഇതെല്ലാം വാങ്ങി മുഖത്തെ എങ്ങനെയെല്ലാം ഭംഗിയാക്കാൻ പറ്റും എന്ന് നോക്കി നടക്കുന്ന ആളുകളാണ് സഹോദരിമാരും സഹോദരങ്ങളും. അവരുടെ പ്രിയപ്പെട്ടവരെ, മുഖത്തിന് സൗന്ദര്യം വേണമെന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ ഉടനെ കുളി പതിവാക്കി അവരുടെ മുഖത്തിന് വലിയ സൗന്ദര്യം ഉണ്ടാകുമെന്ന്. മാത്രമല്ല മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ഷർറും പിശാചുക്കളിൽ നിന്നുണ്ടാകുന്ന ഷർറും അവന് കേൾക്കുകയില്ല എന്ന്. സിഹിർ, കണ്ണേറ് പോലത്തെ പ്രത്യേകമായി മനസ്സിലേക്കുന്ന ഒരു സംഗതിയാണല്ലോ കണ്ണേറ്, അത് നമ്മളിലേക്ക് എത്തുകയില്ല എന്ന. അപ്പോ ഒരുപാട് ഗുണഫലങ്ങൾ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ കുളിക്കേണ്ട സമയം എന്നുള്ളത് അതിന്റെ പ്രിയപ്പെട്ടവരെ മഹത്തുക്കളെ പഠിപ്പിക്കുന്നത് സുബഹി സമയമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് നാം കുളിക്കേണ്ടത്. അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങൾക്ക് മാറാനും അതുപോലെ തന്നെ മുഖത്തിന് നമുക്ക് സൗന്ദര്യം വരുത്താനും കണ്ണീർ പോലത്തെ മറ്റുള്ള പൈശാചിക ഇൻസിയായ ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും നമ്മൾ അള്ളാഹു തആല സഹായിക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമർ റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമുഅ്മിനീങ്ങൾക്കും അള്ളാഹു രണ്ട് ലോകത്തും ഖൈറിന്റെ ബാബുകൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.